എലിപ്സിനകത്ത് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് എക്സെൻട്രിക് ആംഗിൾ ആണ്. അതായത് ഒരു പോയിന്റിൻ്റെ എക്സെൻട്രിക് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു എലിപ്സ് ഉണ്ട്. എലിപ്സിലെ ഒരു പോയിന്റാണ് പി. ഡ്രോ പെർപെൻഡിക്കുലർ പി എൻ വിത്ത് മേജർ ആക്സിസ്. പ്രൊഡ്യൂസ് ഇറ്റ് ടു മീറ്റ് ദ ഓക്സിലറി സർക്കിൾ. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഓക്സിലറി സർക്കിളാണിത്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് ക്യൂവിൽ മീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്ററിൽ നിന്ന് ക്യൂവിലേക്ക് വരയ്ക്കുന്ന ആ ലൈന്, അത് നമ്മുടെ മേജർ ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് എക്സെൻട്രിക് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ആംഗിൾ യഥാർത്ഥത്തിൽ എൻ സി ക്യു ആണ്. ആംഗിൾ എൻ സി ക്യു ഈസ് കോൾഡ് എക്സെൻട്രിക് ആംഗിൾ. Show that the locus of the point of intersection of tangents to a ellipse at the points whose eccentric angle differ by a constant is an ellipse. അതായത് രണ്ട് പോയിന്റ് അവിടുത്തെ എക്സെൻട്രിക് ആംഗിൾ മൈനസ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കിട്ടുന്ന രീതിയിലുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, അങ്ങനെ ആ കിട്ടുന്ന പോയിന്റ്സ് ലോക്കസ് എലിപ്സ് ആണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്ന നോക്കിയേ, സെമി മേജർ ആക്സിസ് ലെങ്ത് എയും സെമി മൈനർ ആക്സിസ് ലെങ്ത് ബിയും ആണെങ്കിൽ നമുക്ക് എക്സ് ഈസിക്കൽ ടു എ കോസ് തീറ്റ, വൈ ഈസിക്കൽ ടു ബി സൈൻ തീറ്റ എന്ന് പറയാം. അപ്പോൾ തീറ്റ ഈസിക്കൽ ടു ടാൻ ഇൻവേഴ്സ് എ വൈ ബൈ ബി എക്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയേ, let the points whose eccentric angles differ by a constant b, p and q, p in q. Let the eccentric angles of p and q be alpha plus beta and alpha minus beta. അതായത് പിയിലുള്ളത് ആൽഫ മൈനസ് ബീറ്റയും ക്യൂയിലുള്ളത് ആൽഫ പ്ലസ് ബീറ്റ എന്നും എടുത്തു. let the tangents at p and q intersect at t. ക്യൂയിലുള്ള ടാൻജൻറ്റും പിയിലുള്ള ടാൻജൻറ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ടി, x1 y1 എന്ന് വിളിച്ചു. ഇനി എന്താ, ആ എക്സെൻട്രിക് ആംഗിൾസ് ഡിഫർ ബൈ എ കോൺസ്റ്റൻ്റ് എന്നല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് 2k എന്ന് വിളിച്ചു. ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്തോ യഥാർത്ഥത്തിൽ കിട്ടുന്നത് 2 ബീറ്റ ഈസിക്കൽ ടു 2k, അതായത് ബീറ്റ ഈസിക്കൽ ടു k എന്ന് കിട്ടി. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റ് എന്താ, എ കോസ് തീറ്റ ബി സൈൻ തീറ്റ അല്ലേ. ഇവിടുത്തെ ആംഗിൾ എന്താ, ആൽഫ പ്ലസ് ബീറ്റ എന്ന രീതിയിൽ എഴുതി. പി എന്ന് പറയുന്നത് എ കോസ് ആൽഫ പ്ലസ് ബീറ്റ ബി സൈൻ ആൽഫ പ്ലസ് ബീറ്റ. ക്യൂ എന്ന് പറയുന്നത് എ കോസ് ആൽഫ മൈനസ് ബീറ്റ ബി സൈൻ ആൽഫ മൈനസ് ബീറ്റ. ഇനി നമുക്കറിയാം x(x1 by a square plus y(y1 by b square) equal to 1 is the equation of any tangent passing through x1 y1. അതുകൊണ്ട് ആ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ x1ൻ്റെ സ്ഥാനത്ത് ഇതിട്ട് കൊടുക്കുക, y1ൻ്റെ സ്ഥാനത്ത് ഇതിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി, എ വെട്ടിക്കളയുമ്പം ഇങ്ങനെ കിട്ടി. സിമിലർലി മറ്റേതെങ്ങനെയാണ്, ആൽഫ മൈനസ് ബീറ്റയുടെ രീതി കിട്ടി. ബോത്ത് ഓഫ് ദീസ് ലൈൻ പാസസ് ത്രൂ ടി x1 y1. അപ്പോൾ എക്സ് ഉള്ളിടത്തെല്ലാം x1ഉം y ഉള്ളിടത്തെല്ലാം y1ഉം ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. y1 സൈൻ 2 ബീറ്റ ഈസിക്കൽ 2 സൈൻ ആൽഫ കോസ് ബീറ്റ. ഇനി സൈൻ 2 ബീറ്റ എന്ന് വെച്ചാൽ 2 സൈൻ ബീറ്റ കോസ് ബീറ്റ ആ രീതിയിൽ എഴുതി. 2 വെട്ടിപ്പോയി, കോസ് ബീറ്റ ക്യാൻസൽ ചെയ്താൽ നമുക്ക് y1 ഈസിക്കൽ ടു ബി സൈൻ ആൽഫ ബൈ കോസ് ബീറ്റ എന്ന് കിട്ടും. അതേപോലെ തന്നെ x1 എന്താ, എ കോസ് ആൽഫ ബൈ കോസ് ബീറ്റ എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കോസ് ആൽഫ എന്നാ കിട്ടും, x1 കോസ് ബീറ്റ ബൈ എ സൈൻ ആൽഫ y1 കോസ് ബീറ്റ ബൈ ബി. ബീറ്റ എന്ന് വെച്ചാൽ കെ ആണ്. അപ്പോൾ ആ രീതി കിട്ടി. ഇനി ഇക്വേഷൻ എക്സ് എന്ന് വെച്ചാൽ x1 കോസ് കെ, y എന്ന് വെച്ചാൽ y1 കോസ് കെ ആ രീതിയിൽ എഴുതുന്നു. കോസ് താഴെ വീഴുമ്പോൾ സീക്കാവുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കിട്ടുന്നു. അത് എലിപ്സിൻ്റെ ഇക്വേഷനാണ്. If
x cos alpha plus y sin alpha minus b is equal to 0 be a tangent to the ellipse x square by a square plus y square by b square equal to 1. Prove that p square is equal to a square cos square alpha plus b square sin square alpha. If p be the point of contact of tangents x cos alpha plus y sin alpha equal to p and n the foot of the perpendicular on it from the center of the ellipse, prove that pn into p equal to a square minus b square by 2 into sin 2 alpha. അപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്ന ഒരു ഒരു ടാൻജൻ്റ് ആവും. അങ്ങനെയാണെങ്കിൽ ഇത് കാണിക്കുക. അപ്പോൾ പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എടുത്തു, എ കോസ് തീറ്റ ബി സൈൻ തീറ്റ. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് എസ് കോസ് തീറ്റ ബൈ എ പ്ലസ് വൈ സൈൻ തീറ്റ ബൈ ബി ഈക്വൽ ടു 1. ഇനി ക്വസ്റ്റ്യനകത്തുണ്ട് ഈ തന്നതും ഒരു ടാൻജൻ്റ് ആണ്. അപ്പോൾ രണ്ട് ടാൻജൻ്റ് അത് ഇക്വേറ്റ് ചെയ്യുക. നമ്മൾ കമ്പയർ ചെയ്യുക, നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ, ഒരേ ലൈനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോസ് തീറ്റ ബൈ എ കോസ് ആൽഫ ഇസിക്കൽ ടു സൈൻ തീറ്റ ബൈ ബി സൈൻ ആൽഫ ഇസിക്കൽ ടു 1/p. അത് ചെയ്യുമ്പോൾ കോസ് തീറ്റയും സൈൻ തീറ്റയും കിട്ടി. എന്നിട്ട് നമ്മൾ ഈ രീതിയിൽ എഴുതും. അപ്പം നമുക്ക് വേണ്ടുന്ന ആ ഇക്വേഷൻ നമുക്ക് കിട്ടും. അടുത്ത എന്തായിരുന്നു? അടുത്തത് n ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആവുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ലെറ്റ് സി എൻ ബി ദ പെർപെൻഡിക്കുലർ. ഈ ടാൻജൻറ്റിൻ്റെ പെർപെൻഡിക്കുലർ ആണ് സി എൻ എന്ന് വിചാരിച്ചു. ഫ്രം ഒറിജിൻ ടു ദ ലൈൻ ടാൻജൻറ്റ്. അപ്പോൾ സി എൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? മോഡ് 0 കോസ് ആൽഫ പ്ലസ് 0 സൈൻ ആൽഫ മൈനസ് പി എ ബൈ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ഈസിക്കൽ ടു പി. ഇക്വേഷൻ അറിയാമല്ലോ. മോഡ് അതായത് x1 y1 എന്ന് പറഞ്ഞ പോയിന്റും ഒരു ലൈൻ lx പ്ലസ് എം വൈ പ്ലസ് എൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്തുവാ? എൽ ഇൻറ്റു x1 പ്ലസ് എം ഇൻറ്റു y1 പ്ലസ് എൻ ബൈ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ. ആ രീതിയിൽ അത് പിന്ന് കിട്ടി. സി എൻ പിന്ന് കിട്ടി. ഇനി പി എൻ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുമ്പോൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് സി പി സ്ക്വയർ പ്ലസ് പി എൻ സ്ക്വയർ ആണ് എന്തുവാ? സി എൻ സ്ക്വയർ. അപ്പം പി എൻ എന്ന് വെച്ചാൽ എന്ത്? റൂട്ട് ഓഫ് സി പി സ്ക്വയർ മൈനസ് സി എൻ സ്ക്വയർ. അല്ല, സി എൻ എന്ന് പറഞ്ഞാൽ പി ആണ്. അപ്പോൾ സി എൻ സ്ക്വയറിൻ്റെ അവിടെ പി സ്ക്വയർ ഇട്ടു. ഇനി സി പി സ്ക്വയർ സി പി. അപ്പോൾ 0 0യും എ കോസ് തീറ്റ ബി സൈൻ തീറ്റ ഇങ്ങനെ കിട്ടി. ഇനി കോസ് തീറ്റയുടെ സ്ഥാനത്ത് ഇതും സൈൻ തീറ്റയുടെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ നമുക്ക് പറയാം പി എൻ എ ഇൻറ്റു പി എന്ന് വെച്ചാൽ ഇതിനെ മൊത്തത്തിൽ ചെയ്യുന്നു. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് വേണ്ടുന്നത് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ കോഡ് ജോയിനിങ് 2 points whose eccentric angles are theta and phi on the ellipse cut the major axis at a distance d from the center, show that tan alpha by 2 tan beta by 2 is equal to d minus a by d plus a. അപ്പോൾ ഒരു കോഡ് ജോയിനിങ് അവിടുത്തെ എക്സെൻട്രിക് ആംഗിൾസ് തീറ്റായും ഫൈയും വരുന്ന രീതിയിൽ അത് നമ്മുടെ മേജർ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് സെൻറ്ററിൽ നിന്ന് ഡി ദൂരം മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഇക്വേഷൻ ഓഫ് ദ കോഡ് ജോയിനിങ് ആൽഫ ആൻഡ് ബീറ്റ എഴുതുന്നു. ഇഫ് ഇറ്റ് കട്ട് ദ മേജർ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഡി ഫ്രം ദ സെൻറ്റർ, ദ പോയിന്റ് എന്ന് വെച്ചാൽ d0 ആകും. അപ്പോൾ ഈ കോഡിലെ ഒരു പോയിൻ്റാണ് d0. അപ്പോൾ എക്സിൻ്റെ അവിടെ ഡി എന്നും വൈയുടെ അവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. അപ്പം നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ ഓൺ ബോത്ത് സൈഡ്. നമ്മൾക്ക് ഇവിടെ ആൻസർ കിട്ടേണ്ട ഇതല്ലേ, d മൈനസ് എ ബൈ d പ്ലസ് എ. ആ രീതിയിൽ ഓർത്താൽ മതി. ഡി ഉണ്ട്, എ ഉണ്ട്. അപ്പം മൈനസ് എ പ്ലസ് എ വരുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ കോസ് തീറ്റ മൈനസ് 5/2 മൈനസ് എയുടെ സ്ഥാനത്ത് വരുന്ന ഇതല്ലേ കോസ് തീറ്റ പ്ലസ് 5/2 പിന്നെ ഡി പ്ലസ് എ. ആ രീതിയിൽ എഴുതി അത് കോസ് എ മൈനസ് കോസ് ബി കോസ് എ പ്ലസ് കോസ് ബി ആ രീതിയിൽ എഴുതി അത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ടാൻജൻറ്റിൻ്റെ ഒക്കെ ഇക്വേഷൻ കണ്ടു. ഇനി അതേപോലെ തന്നെ എലിപ്സിൻ്റെ ഒരു പോയിന്റിലുള്ള നോർമലിൻ്റെ ഇക്വേഷൻ
ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ നോർമൽ ടു ദ എലിപ്സ് അറ്റ് ദ പോയിന്റ് x1 y1. അപ്പം നമുക്ക് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ അറിയാം. ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എന്തോ x1/a² പ്ലസ് y1/b² = 1 ആണ്. അപ്പോൾ അതിനെ y = എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം x1 y1 കൂടെ ഉള്ള ഒരു ലൈൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വിത്ത് സ്ലോപ്പ് ഇത്. അപ്പോൾ ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്, ഈ ഒരു സ്ലോപ്പ് ഉണ്ട്. അത് പെർപെൻഡിക്കുലർ ആകുമ്പോൾ, നോർമൽ ആകുമ്പോൾ പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കണം. അപ്പോൾ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് -1, അപ്പോൾ m = എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ നോർമൽ എന്ന് പറയുന്നത് y - y1 = m-ൻ്റെ ഇക്വേഷൻ ഇത് ഇൻറ്റു x - x. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. To find the equation of the normal at theta, ഒരു പോയിന്റിലാവുമ്പോൾ എന്താ കോർഡിനേറ്റ് a cos theta b sin theta ആണ്. x1-ന് a cos theta എന്നും y1-ന് b sin theta എന്നും ഇട്ട് കൊടുക്കുക നമ്മുടെ മേളിലത്തെ ഇക്വേഷനകത്ത്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. lx + my + n = 0 എന്ന് പറയുന്നത് ഒരു എലിപ്സിൻ്റെ നോർമൽ ആകാനുള്ള കണ്ടീഷൻ ഇതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? lx + my + n = 0 നോർമൽ ആണെന്ന് പറഞ്ഞെടുത്തു. ഇക്വേഷൻ ഓഫ് ദ നോർമൽ ആ ഇക്വേഷൻ എഴുതി. രണ്ട് ഇക്വേഷനും ഒരേ ലൈനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് ഇങ്ങനെ എഴുതുന്നു. അതിൽ നിന്ന് cos θ sin θ എഴുതുന്നു. ഇനി cos² θ + sin² θ 1 ആണ്. അപ്പോൾ ആ വാല്യൂസിൻ്റെ സ്ക്വയറിൻ്റെ സം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യം കിട്ടുന്നു. Show that the locus of the poles of normal chords of the ellipse is this equation. അപ്പം പോള് x1 y1 എന്ന് വിളിച്ചു. അതിൻ്റെ പോളാറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, നോർമലിൻ്റെ ഇക്വേഷൻ അറിയാം. രണ്ടും ഒരേ ലൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് ഇങ്ങനെ കമ്പയർ ചെയ്ത് ഇങ്ങനെ എഴുതുന്നു. അപ്പം നമുക്ക് cos θയും കിട്ടി, sin θയും കിട്ടി. ഇനി cos² θ + sin² θ 1 അല്ലേ. അപ്പോൾ ഈ വാല്യൂസിൻ്റെ സ്ക്വയറിൻ്റെ സം = 1. അത് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന ആൾ കിട്ടും. x1 y1 മാറ്റി xy കിട്ടുമ്പോൾ നമുക്ക് ലോക്കസ് കിട്ടും. അടുത്തത് നോർമൽ കോഡ് ടു ദ എലിപ്സ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 degree with the axis. Prove that the square of its length is equal to 32a⁴ b⁴a² + b² the whole cube. അപ്പം നമുക്കറിയാം 45 ഡിഗ്രി ആകുമ്പോൾ സ്ലോപ്പ് എന്തു tan 45 1 ആണ്. അപ്പം ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്തു y = 1x + c. ഇനി നോർമൽ ഇക്വേഷൻ അറിയാം. ഇനി എന്താ, ഈ രണ്ട് ഇക്വേഷനും ഒരേ ലൈനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് കമ്പയർ ചെയ്യാം. അതിൽ നിന്ന് c² = ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ലൈൻ ആൻഡ് എലിപ്സ് ബൈ സോൾവിങ് എന്താ, ഈ ഇതിനകത്ത് y ഉള്ളിടത്ത് x + c ഇട്ട് കൊടുത്തു, ഇങ്ങനെ കിട്ടുന്നു. അതിൽ നിന്ന് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതെന്തുവാ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x ആണ്. അപ്പോൾ രണ്ട് റൂട്ട് x1 ഉം x2 ഉം കാണും. അപ്പോൾ അതിൻ്റെ സമ്മ് -b/a-യും പ്രോഡക്റ്റ് c/a-യും ആ രീതിയിൽ ഇങ്ങനെ എഴുതുന്നു. ഇനി d എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ നോർമൽ ആണ് എങ്കിൽ d² = ഇങ്ങനെ എഴുതുന്നു. ഇനി സിൻസ് x1 y1 ആൻഡ് x2 y2 ലൈൻ ഓൺ ദ ലൈൻ y = c + x. അപ്പോൾ എന്തുവാ, y-യുടെ സ്ഥാനത്ത് y1 ഉം x-ൻ്റെ സ്ഥാനത്ത് x1 ഉം പിന്നെ അതേപോലെ y-യുടെ സ്ഥാനത്ത് y2 x-ൻ്റെ സ്ഥാനത്ത് x2 ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ഇനി y1 - y2 എന്ന് പറയുന്നത് x1 - x2 ആണ്. ഇനി d²ൻ്റെ എഴുതുന്നു, അത് ഇങ്ങനെ എഴുതുന്നു. ഇനി നമുക്ക് x1 + x2 ഉം x1 x2 ഉണ്ട്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ചെയ്ത് നമുക്ക് ഈ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, P is a point on the ellipse and Q is the corresponding point on the auxiliary circle. If the normals at P and Q meet in R, show that the locus of R is this. അപ്പോൾ അത് ഈ രീതിയിൽ ഒരു പോയിന്റ് എടുക്കുന്നു, ക്യൂവിൻ്റെ കോർഡിനേറ്റ് എടുക്കുന്നു. ഓക്സിലറി സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഇത് കണ്ടോ, a cos θ b sin θ. ഇവിടെ a cos θ a sin θ ആണ്, അങ്ങനെ ഓർക്കുക. പിന്നെ
നോർമൽ ഇക്വേഷൻ എഴുതുക. x1 y1 കൂടെ ടച്ച് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നതുകൊണ്ട് എക്സിൻ്റെ സ്ഥാനത്ത് x1ഉം വൈയുടെ സ്ഥാനത്ത് y1 ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ഓക്സിലറി സർക്കിളിൻ്റെ നോർമൽ ഇതാണ്, അതും x1 y1 കൂടെ പാസ് ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. തീറ്റ എലിമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് വരുമ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഒരു പോയിന്റിൽ നിന്ന് 4 നോർമൽ വരയ്ക്കാമെന്ന്. നമ്മൾ 2 ടാൻജൻറ്റ് വരയ്ക്കാമെന്നൊക്കെ കണ്ടു. ഒരു പോയിന്റിൽ നിന്ന് 4 നോർമൽ വരയ്ക്കാം. അപ്പോൾ നോർമലിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. അത് പാസസ് ത്രൂ ഒരു പോയിന്റ് HK എന്ന രീതിയിൽ എഴുതുന്നു. അതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 4th ഡിഗ്രി ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 4 റൂട്ട് കിട്ടും. അത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇക്വേഷൻ ഓഫ് എ കോഡ് ഇൻ ടേംസ് ഓഫ് മിഡ് പോയിന്റ്സ്, അതായത് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ കോഡ് ഓഫ് ദ എലിപ്സ് ഹാവിങ് x1 y1 ആസ് ദ മിഡ് പോയിന്റ്. അതായത് ഇതിനകത്ത് മിഡ് പോയിന്റ് x1 y1 ആണ്. ഇപ്പോൾ കോഡ് PQ, ഈ PQ ആണ്, അതിൻ്റെ മിഡ് പോയിന്റ് ആണ് x1 y1 എന്ന് വിചാരിച്ചോ. PQ എന്ന് പറയുന്നത് x1 y1 കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആ കോഡിൻ്റെ ഇക്വേഷനകത്ത് എഴുതിയിട്ട് x1ഉം y1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി x - x1/r എന്ന് പറയുന്നത് കോസ് തീറ്റ, y - y1/r = സൈൻ തീറ്റ, x = x1 + r കോസ് തീറ്റ, y = y1 + r സൈൻ തീറ്റ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ അത് ചെയ്യുന്നു. കണ്ടോ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്ത് t = s1 എന്ന് കിട്ടി. t എന്താ s1 എന്താന്ന് പഠിക്കണം. ഇത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി t = s1, എന്നിട്ട് t എന്തോ s1 എന്തോ സെപ്പറേറ്റ് എഴുതണം. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. ഷോ ദാറ്റ് ദ ലോക്കസ് ഓഫ് ദ middle points of the chord of the ellipse touching the another ellipse is this. അപ്പോൾ x1 y1 മിഡ് പോയിന്റ് ആണെന്ന് എടുത്തു. ആ കണ്ടീഷൻ അതേപോലെ തന്നെ മിഡ് പോയിന്റ് ഓഫ് ദ കോഡ് ഓഫ് ദിസ് എലിപ്സ് ടച്ചിങ് ദ എലിപ്സ് ദിസ് ഇക്വേഷൻ ഓഫ് ദ കോഡ് എഴുതുന്നു. ഇനി ആ കോഡ് ഈ എലിപ്സിനെ ടച്ച് ചെയ്യുന്നത് കൊണ്ട് ഈ 2 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം എന്താ പറയുക, ഈ രീതിയിൽ പറയാം. കാരണം കണ്ടീഷൻ എന്ന് വെച്ചാൽ എലിപ്സിൻ്റെ ആണെങ്കിൽ ടാൻജൻ്റ് ആയുള്ള കണ്ടീഷൻ c² = a² m² + b² ആണ്. അങ്ങനെ അതിൻ്റെ ലോക്കസ് ഇങ്ങനെയാണെന്ന് പറയാം. P എന്ന് പറയുന്നത് ഡയറക്ടർ സർക്കിളിലെ ഒരു പോയിന്റാണ്. ഡയറക്ടർ സർക്കിൾ എന്ന് വെച്ചാൽ x² + y² = a² + b² ആണ്. ഷോ ദാറ്റ് ദ ലോക്കസ് ഓഫ് മിഡിൽ പോയിന്റ്സ് ഓഫ് ദ കോഡ് ഇൻ വിച്ച് ദ പോളാർ ഓഫ് P കട്ട്സ് ദ എലിപ്സ് ഈസ് ദിസ് ഇക്വേഷൻ. അപ്പോൾ അത് ഇക്വേഷൻ ഓഫ് ദ ഡയറക്ടർ സർക്കിൾ എഴുതുന്നു. HK P എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എടുക്കുന്നു. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് h എന്നും വൈയുടെ സ്ഥാനത്ത് k എന്ന് ഇട്ട് കൊടുത്ത് ഇങ്ങനെ എഴുതുന്നു. ഇനി പോളാറിൻ്റെ എഴുതുന്നു. മിഡിൽ പോയിന്റ് നേരത്തെ ചെയ്ത ആ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നു. അത് നമ്മൾ ഇങ്ങനെ ചെയ്ത് x1ലും y1ലും കിട്ടുന്നു. ലോക്കസ് ആകാൻ വേണ്ടി എക്സിലും വൈയിലും ആക്കി. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് തന്നെത്താൻ ചെയ്യണം. ഫൈൻഡ് ദ ലോക്കസ് ഓഫ് ദ മിഡിൽ പോയിന്റ്സ് ഓഫ് എ സീരീസ് ഓഫ് പാരലൽ കോഡ്സ് ഓഫ് ആൻ എലിപ്സ്. From the symmetry of the relation, it is apparent that the diameter y = mx will bisect the chord parallel to pi = m1x. അപ്പോൾ അതിനകത്തെ ഡയമീറ്ററിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. The locus of the middle points of a system of parallel chords of an ellipse is a straight line parallel to the axis of the ellipse. The chords parallel to the axis of ellipse are called diameters. പിന്നെ നമ്മളിവിടെ കോൺജുഗേറ്റ് ഡയമീറ്ററിനെ കുറിച്ച് പഠിക്കും.